1947 ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും രണ്ട് രാജ്യങ്ങൾ രൂപപ്പെട്ടു. അന്ന് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് നിരവധി നാട്ടുരാജ്യങ്ങൾ ചേർന്നതാണ്. ഈ നാട്ടുരാജ്യങ്ങളോട് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവർക്ക് വേണമെങ്കിൽ ഇന്ത്യയോട് ചേരാനും അതല്ലെങ്കിൽ അവർക്ക് പാകിസ്ഥാനോട് ചേരാനും അതുമല്ലെങ്കിൽ അവർക്ക് താല്പര്യമെങ്കിൽ സ്വതന്ത്രമായി നിൽക്കാനുമുള്ള അധികാരം അവർക്ക് നൽകി ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ അവരോട് പറഞ്ഞു. അങ്ങനെ ഈ നാട്ടുരാജ്യങ്ങളെ നമ്മുടെ രാജ്യത്തിനോട് ചേർക്കുന്നതിന് വേണ്ടി നമ്മുടെ നേതാക്കന്മാരായിട്ടുള്ള സർദാർ വല്ലഭായ് പട്ടേലിനെയും അതേപോലെ VP മേനോനെയും ഈ ദൗത്യത്തിന് വേണ്ടി നിയോഗിച്ചു. അങ്ങനെ അവർ പോയിട്ട് ഈ നാട്ടുരാജ്യങ്ങളെ കണ്ട് നെഗോഷിയേഷൻസ് ഒക്കെ നടത്തി. അങ്ങനെ 562 നാട്ടുരാജ്യങ്ങൾ പ്രിൻസ്ലി സ്റ്റേറ്റുകൾ ഇന്ത്യയോട് ചേരാൻ തീരുമാനിച്ചു. 14 പ്രിൻസ്ലി സ്റ്റേറ്റുകൾ പാകിസ്ഥാനോട് ചേരാൻ തീരുമാനിച്ചു. എന്നാൽ ഈ സാഹചര്യത്തിൽ 3 നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയോടും പാകിസ്ഥാനോടും ചേരാതെ സ്വതന്ത്രമായി തന്നെ ഒരു രാജ്യമായി നിൽക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. അതൊന്ന് ഹൈദരാബാദാണ്, 2 ജമ്മു ആൻഡ് കാശ്മീരാണ്, 3 നമ്മുടെ നാട്ടിലെ തിരുവിതാംകൂർ നാട്ടുരാജ്യമാണ്. അതിൽ ഹൈദരാബാദിനെ നമ്മളൊരു ഓപ്പറേഷൻ പോളോ എന്ന് പറയുന്ന നീക്കത്തിലൂടെ നമ്മുടെ ഭാഗമാക്കി. അതേപോലെ ജമ്മു കാശ്മീർ എന്ന് പറയുന്ന രാജ്യം, അവിടുത്തെ രാജാവ് എന്ന് പറയുന്നത് ഹരിസിംഗ് ആണ്. അവർ ഒറ്റയ്ക്ക് നിൽക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും ഈ കാശ്മീരിനെ പാകിസ്ഥാൻ്റെ ഭാഗമാക്കാൻ വേണ്ടി പാകിസ്ഥാൻ ശ്രമം നടത്തുകയും വേറൊരു വഴിയുമില്ലാതെ ഹരിസിംഗ് ഇന്ത്യയുടെ അഭയം തേടുകയും ആ സമയത്ത് നിങ്ങൾ ഇന്ത്യയുടെ ഭാഗമാകുകയാണെങ്കിൽ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്ന് അവരോട് പറയുകയും അവരത് അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ ഭാഗമായി തീർന്നു. ഇതുപോലെ തന്നെ തിരുവിതാംകൂർ നാട്ടുരാജ്യം എന്ന് പറയുന്നത് സ്വതന്ത്രമായി നിൽക്കാൻ ശ്രമിച്ചെങ്കിലും അവരുടെ ഭരണം അവിടുത്തെ ജനങ്ങൾക്ക് ഇഷ്ടമല്ലാതിരിക്കുകയും അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഭാഗമാകാൻ അവർ ആഗ്രഹിക്കുകയും ചെയ്തപ്പോൾ അതിന് ഏറ്റവും തടസ്സമായി നിൽക്കുന്ന അവിടുത്തെ ദിവാനായിട്ടുള്ള CP രാമസ്വാമി അയ്യർക്ക് നേരെ ആക്രമണം നടത്തുകയും അദ്ദേഹം നാട് വിടുകയും അങ്ങനെ തിരുവിതാംകൂർ രാജ്യം ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറുകയും ചെയ്തു. ഈ രീതിയിലാണ് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന 565 നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയുടെ ഭാഗമാകുകയും 14 നാട്ടുരാജ്യങ്ങൾ പാകിസ്ഥാനായിട്ട് മാറുകയും ചെയ്യുന്നത്. എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ 565 നാട്ടുരാജ്യങ്ങൾ ചേർന്ന് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രമായി മാറുമ്പോഴും ഇവിടെ ഇപ്പോഴും ഇതിനോട് താല്പര്യമില്ലാത്ത നമ്മുടെ രാജ്യത്തിനെതിരായിട്ട് ആയുധമെടുത്തുകൊണ്ട് പോരാടുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെ ധാരാളം തീവ്രവാദി ഗ്രൂപ്പുകൾ ഇന്ത്യക്കെതിരായി പോരാട്ടം നടത്തുകയും അവരിൽ പലർക്കും അവരെല്ലാം തന്നെ സ്വതന്ത്ര രാജ്യമായിട്ട് നിൽക്കാൻ ഉള്ള പല നീക്കങ്ങളും പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. ഈ വിധത്തിലുള്ള വിഘടനവാദങ്ങളും അതേപോലെ തന്നെ ആഭ്യന്തര കലാപങ്ങളും ഒക്കെ ഒരു സൈഡിൽ നടക്കുമ്പോഴാണ് എല്ലാ അർത്ഥത്തിലും സമാധാനത്തിൽ ജീവിക്കുന്ന നാടുകളിൽ ചില രാഷ്ട്രീയ താല്പര്യങ്ങളുടെ പേരിൽ ഈ പറയപ്പെടുന്ന ജനങ്ങളുടെ ഇടയിൽ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. അത് നിർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിലും ഇപ്പോൾ വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിങ്ങളെ അന്യവൽക്കരിക്കാനും വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ചില ചാനൽ ചർച്ചകളിൽ അതേപോലെ ഓൺലൈൻ മീഡിയകളിൽ ഫാസിസ്റ്റുകൾ അതേപോലെ തന്നെ മുർത്തദുകളായിട്ട് എക്സ് മുസ്ലിമുകളായിട്ടുള്ള ആളുകളൊക്കെ ഇരുന്നു കൊണ്ട് നിരന്തരം മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും അതേപോലെ തന്നെ അന്യവൽക്കരിക്കാനുമുള്ള വലിയ ശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവർ നിരന്തരം പറയുന്ന ഒരു കാര്യമാണ്, മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികൾ അല്ലെങ്കിലും തീവ്രവാദികളെല്ലാം മുസ്ലിങ്ങളാണ്. 2, ഭീകരാക്രമണങ്ങൾ കണ്ടെടുക്കുന്ന ഗ്രന്ഥം ഖുർആനാണ്, അവിടെ ബൈബിളോ ഗീതയൊന്നും കണ്ടെത്താറില്ല. 3, മുസ്ലിങ്ങളുടെ ഉള്ളിൽ നിന്നും ഇസ്ലാം എന്ന സോഫ്റ്റ്വെയർ നീക്കിയാൽ അവരും നല്ലവരാകും. അപ്പോൾ പ്രശ്നം എന്താണ്? ഇസ്ലാമാണ് പ്രശ്നം. അതേപോലെ മുസ്ലിങ്ങളെ നമ്മൾ വെറുക്കരുത്, കാരണം അവർ ഇസ്ലാമിൻ്റെ ഇരകളാണ് എന്ന് തുടങ്ങി പല രൂപത്തിൽ ഒരു ദിവസം തന്നെ വിവിധ മാധ്യമങ്ങളിലൂടെ വിവിധ വേദികളിലൂടെ ഇതുപോലെയുള്ള പ്രചരണങ്ങൾ കേരളത്തിൽ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഈ പറയുന്ന കാര്യങ്ങളുടെ വസ്തുത നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഈ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളുടെ മതം തിരിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു അന്വേഷണം നമ്മൾ നടത്തുകയാണ്. ഇങ്ങനെ ഒരു അന്വേഷണം നമ്മൾ നടത്തുന്നത് ഏതെങ്കിലും മതത്തെ ഇകഴ്ത്താനോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും സ്ക്രിപ്ചറിനെ ഇകഴ്ത്താനോ ഒന്നുമല്ല. നേരെ മറിച്ച് ഇതുപോലെയുള്ള നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന പ്രചരണങ്ങളുടെ വസ്തുത പൊതുസമൂഹം തിരിച്ചറിയുക എന്ന ലക്ഷ്യമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യമായിട്ട് ഇവരുടെ ഈ വാദങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം. മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളല്ലെങ്കിലും തീവ്രവാദികളെല്ലാം മുസ്ലിങ്ങളാണ് എന്ന് വെച്ചാൽ വേറെ ആരും തീവ്രവാദത്തിലൊന്നും ഏർപ്പെടുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇതിനൊരു ഡേറ്റ കളക്ട് ചെയ്യുന്നതിന് നിങ്ങൾക്ക് വളരെ എളുപ്പമായി ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, നിങ്ങളുടെ ഫോണിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒരു ChatGPTയുടെ ഒരു ഫ്രീ വെർഷൻ ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങളതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, മിലിറ്റൻറ്റ് ഇൻസർജൻറ്റ് ഗ്രൂപ്പ്സ് വിത്ത് മെജോറിറ്റി ഹിന്ദു കേഡേഴ്സ് ഇൻ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇൻസർജൻറ്റ് ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യത്തിനെതിരെ പൊരുതുന്ന മിലിറ്റൻറ്റ് എന്നുവെച്ചാൽ ആയുധമെടുത്ത് പൊരുതുന്ന ആളുകൾ. അതിലെ ഹിന്ദുക്കൾ മെജോറിറ്റി ആയിട്ടുള്ള ഗ്രൂപ്പുകളെ ഒന്ന് നിങ്ങൾ നോക്കിയാൽ അവിടെ നിങ്ങൾക്കൊരു വലിയ ലിസ്റ്റ് കിട്ടും. ആ ലിസ്റ്റ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 13ഓളം തീവ്രവാദ സംഘടനകൾ
അല്ലെങ്കിൽ ആയുധമേന്തിക്കൊണ്ട് ഇന്ത്യക്കെതിരെ പൊരുതുന്ന ഹിന്ദു സംഘടനകളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിൽ പ്രധാനമായും പങ്കെടുക്കുന്നത് ആസാമീസ് ഹിന്ദുസ്, ബംഗാളി ഹിന്ദുസ് ആൻഡ് സം ത്രിപുരി ഹിന്ദുസ് ആണ്. ഇവരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ആ ഗ്രൂപ്പുകളുടെ പേരുകൾ നമ്മൾ കാണാം. ഉൾഫ തീവ്രവാദികൾ, അവർ ആസാം ബേസ്ഡ് ആയിട്ടുള്ളതാണ്. അവരുടെ റിലീജിയൻ നോക്കിക്കഴിഞ്ഞാൽ കാണാം മെയിൻലി ഹിന്ദു ആസാമീസ്. അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സോവറിൻ ആസാം, ആസാമിന് പരമാധികാരം നേടിക്കൊടുക്കുക. ഇന്ത്യയിൽ നിന്നും വിഘടനവാദമാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെൻറ് അവരുമായിട്ട് പലതരത്തിലുള്ള പീസ് ടോക്കുകളും കാര്യങ്ങളുമൊക്കെ നടത്തുന്നു. ഈ സായുധ പോരാളികളുമായിട്ട്. രണ്ടാമത് നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഓഫ് ബോഡോലാൻഡ്. സ്ഥലം ആസാമാണ്. ബോഡോ ഹിന്ദുക്കളാണ് അവർ. അവരുടെ ആവശ്യമെന്ന് പറയുന്നത് ബോഡോലാൻഡിൻ്റെ ഒരു രാജ്യമുണ്ടാക്കുക, ഒരു സോവറിൻ ബോഡോലാൻഡ് ഉണ്ടാക്കുകയാണ്. അവരുടെ റിലീജിയൻ ഹിന്ദുയിസമാണ്. അതേപോലെ തന്നെ കുറച്ച് ക്രൈസ്തവ മൈനോറിറ്റീസും അതിലുണ്ട്. മൂന്നാമതായിട്ടുള്ളത് കംചാപൂർ ലിബറേഷൻ ഓർഗനൈസേഷൻ, KLO. അത് ആസാം അതേപോലെ വെസ്റ്റ് ബംഗാളൊക്കെ ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. അവർക്ക് വേണ്ടത് കംചാപൂർ സ്റ്റേറ്റ് വേണം. സ്റ്റേറ്റ് ഹുഡിന് വേണ്ടിയുള്ള ശ്രമമാണ്. അതിലുമുള്ളത് ഹിന്ദുക്കളായിട്ടുള്ള ആളുകളാണ്. 4 ഓൾ ത്രിപുര ടൈഗർ ഫോഴ്സ്. ത്രിപുരയിലാണ് അവർ പ്രവർത്തിക്കുന്നത്. മോസ്റ്റ്ലി ഹിന്ദു റിലീജിയനിൽപ്പെട്ട ആളുകളാണ്. ഇവരും ഇന്ത്യക്കെതിരായിട്ടുള്ള സായുധ പോരാട്ടത്തിലാണ്. ഇപ്പോൾ ഏതാണ്ടത് മോസ്റ്റ്ലി ഇനാക്റ്റീവ് ആയിട്ടുണ്ട്. 5 യുണൈറ്റഡ് നാഷണൽ ലിബറേഷൻ ഫ്രണ്ട് ഓഫ് ബറാക് വാലി. ഇതും ആസാമിലാണ്. ബംഗാളി ഹിന്ദുസാണ് അതിനകത്തുള്ളത്. അവർ ഒരു മൈനർ ഗ്രൂപ്പാണ്, ലോ ആക്ടിവിറ്റിയാണുള്ളത്, പക്ഷേ സായുധ പോരാളികളാണ്. 6 സാൻ മിലിഷ്യ മുക്തി ബാഹിനി. അത് ആസാമിലാണ്. അതും ഹിന്ദുക്കളാണ്. 7 ത്രിപുര നാഷണൽ വോളണ്ടിയേഴ്സ്, TNV. ത്രിപുര ബേസ്ഡ് ആണ്, ഹിന്ദുക്കളാണ്. അത് പിന്നീട് എന്ത് ചെയ്തു, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് മാറിയിട്ടുണ്ട്. 9 ബ്രൂ നാഷണൽ ലിബറേഷൻ ഫ്രണ്ട്. ത്രിപുരയിലാണുള്ളത്. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണ് അതിനകത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ. ഇവർ ഇന്ത്യയുമായിട്ട് സമാധാന കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട്. 10 ബിർ ബിക്രാം ഫോഴ്സ്. അവർ ഹിന്ദുക്കളാണ്. ത്രിപുര ബേസ്ഡ് ആയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. 11 ആദിവാസി കോബ്ര ഫോഴ്സ്. പ്രീഡോമിനൻ്റ്ലി ഹിന്ദു, സാന്തൽ ആൻഡ് അതർ ആദിവാസി ഗ്രൂപ്പ്സ്, ട്രൈബൽ പ്രൊട്ടക്ഷൻ. അവർ ആസാമിലാണ് അവർ പ്രവർത്തിക്കുന്നത്. ഇനാക്റ്റീവ് സിൻസ് 2012. 2012 വരെ പ്രവർത്തിച്ചു, പിന്നീട് ഇല്ല. അവരുടെ നേതാക്കന്മാരൊക്കെ എന്ത് ചെയ്തു, ഗവൺമെൻറ് മുമ്പിൽ സറണ്ടറായി. 12 കർബി ലോങ്ഗ്രി നോർത്ത് കശാർ ഹിൽസ് ലിബറേഷൻ ഫ്രണ്ട്. ആസാമിലാണുള്ളത്. മെജോറിറ്റി കർബി ഹിന്ദുസ് ആണുള്ളത്. അവർക്ക് വേണ്ടത് കർബി സെൽഫ് ഡിറ്റർമിനേഷൻ. അവരുടെ കാര്യത്തിൽ അവർ തന്നെ തീരുമാനമെടുക്കണമെന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. അവരും 2021 വരെ പ്രവർത്തിച്ചു, പിന്നെ സറണ്ടർ ചെയ്തു. 13 യുണൈറ്റഡ് നാഷണൽ ലിബറേഷൻ ഫ്രണ്ട്. മണിപ്പൂരിലുള്ള മെയ്തി ഹിന്ദുക്കളാണ്. വളരെ ആക്റ്റീവാണ്. ഇപ്പോഴും അവരുമായിട്ട് സമാധാന ചർച്ചകളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. അവർ വളരെ സജീവമായിട്ട് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ഇതിപ്പോൾ ആരുടെയാണ് വായിച്ചത്? മിലിറ്റൻറ്റ് ഇൻസർജൻറ്റ് ഗ്രൂപ്പ്സ് വിത്ത് മെജോറിറ്റി ഹിന്ദു കേഡേഴ്സ് ഇൻ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ. സായുധരായിട്ടുള്ള, രാജ്യത്തിനെതിരെ പൊരുതുന്ന ഹിന്ദുക്കൾ മെജോറിറ്റിയുള്ള പോരാളി ഗ്രൂപ്പിനെ കുറിച്ചാണ് വായിച്ചത്. ഇനി നമുക്ക് ക്രൈസ്തവരെ കുറിച്ച് വായിക്കാം. നമുക്കറിയാം, ക്രൈസ്തവർ മൊത്തം ഇന്ത്യയിൽ 2.3% ആണ് അവരുടെ പോപ്പുലേഷൻ ഉള്ളത്. എന്നാൽ ഈ വടക്കിഴക്കൻ ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ അവരാണ് കൂടുതലായിട്ടുള്ളത്. അവർ നാഗാലാൻഡിൽ 87.9, മിസോറാമിൽ 87.2, മേഘാലയയിൽ 74.6, മണിപ്പൂരിൽ 41.3, അരുണാചൽ പ്രദേശിൽ 30.3. ഇങ്ങനെയാണ് അവരുടെ ജനസംഖ്യ നിൽക്കുന്നത്. ഇനി അവരുടെ ഇടയിൽ ക്രൈസ്തവരായിട്ടുള്ള സായുധ പോരാട്ടം, ആയുധമെടുത്ത് പോരാട്ടം നടത്തുന്ന ഇന്ത്യൻ സൈന്യത്തിനോടും ഇന്ത്യൻ സെക്യൂരിറ്റി ഫോഴ്സിനോടും ആയുധമെടുത്ത് പോരാടുന്ന ഗ്രൂപ്പുകൾ, അത് നമ്മളൊന്ന് ChatGPTയോട് ചോദിച്ചാൽ, മിലിറ്റൻറ്റ് ഇൻസർജൻറ്റ് ഗ്രൂപ്പ്സ് വിത്ത് മെജോറിറ്റി ക്രിസ്ത്യൻ കേഡേഴ്സ് ഇൻ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ എന്ന് നമ്മൾ അടിച്ചു കൊടുത്താൽ 15 പേരെ കിട്ടും, 15 സംഘങ്ങളെ. അതിൽ ഒന്നാമതും ഏറ്റവും പ്രധാനവുമായിട്ടുള്ളത് NSCN-IM എന്ന് പറയുന്ന നാഗാലാൻഡിലും മണിപ്പൂരിലും അരുണാചൽ പ്രദേശിലുമൊക്കെ പ്രവർത്തിക്കുന്ന നാഗ ക്രൈസ്തവരായിട്ടുള്ള പോരാളികളാണ്. അവർ പറയുന്നത്, അവരുടെ സ്ലോഗൻ എന്ന് പറയുന്നത് നാഗാലാൻഡ് ഫോർ ക്രൈസ്റ്റ്. നാഗാലാൻഡ് എന്ന് പറയുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണ്. അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഗ്രേറ്റർ നാഗലിം, ഈ നാഗന്മാർ മാത്രമുള്ള ഒരു രാജ്യം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് ഒരു രാജ്യമായിട്ട് നാഗാലാൻഡ് നിൽക്കണം എന്നതാണ്. ഇതിൽ പ്രവർത്തിക്കുന്ന കേഡേഴ്സ് ആരൊക്കെയാണ്? ക്രിസ്ത്യൻ, ബാപ്റ്റിസ്റ്റ്
ആൻഡ് അതർ ആക്റ്റീവ് പ്രൊട്ടസ്റ്റൻ്റ് ഗ്രൂപ്പുകാരാണ് ഈ പറയപ്പെടുന്ന സായുധ പോരാളികളായിട്ടുള്ളത്. അവരുടെ കറണ്ട് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ആക്റ്റീവാണ്. ഈ ഇന്ത്യൻ ഗവൺമെൻറ്റുമായിട്ട് പീസ് ടോക്കുകളൊക്കെ അവർ നടത്തും, സമാധാന ചർച്ചകളൊക്കെ അവർ നടത്തുന്നുണ്ട്. രണ്ടാമത്തെ ആളുകൾ എന്ന് പറയുന്നത് NSCN-K യങ് ഓങ് ഫാക്ഷൻ. അതും നാഗാലാൻഡിലും മ്യാൻമാറിലുമാണ് പ്രവർത്തിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തുമുണ്ട്, അയൽ രാജ്യത്തുമുണ്ട്. ഇവരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് ഗ്രേറ്റർ നാഗലിമാണ്. ഇതിൻ്റെ റിലീജിയൻ എന്ന് പറയുന്നത് ക്രിസ്ത്യനാണ്. കാരണം നമുക്കറിയാമല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നാഗാലാൻഡിൽ 87.9% ആളുകളും ക്രൈസ്തവരാണ്. പണ്ടവർ ഹിന്ദുക്കളായിരുന്നു. അവരെ ഈ കോളനിവൽക്കരണ കാലഘട്ടത്തിൽ അവിടെ മിഷണറിമാർ വന്ന് ക്രിസ്ത്യാനികളായിട്ട് മാറ്റി. അതിനുശേഷം അവരെ ഈ പറയപ്പെടുന്ന അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു, അവരുടെ എത്നിക് കൾച്ചർ നഷ്ടപ്പെടുന്നു എന്ന് തോന്നിയപ്പോൾ അവർക്കത് നിലനിർത്തുന്നതിന് വേണ്ടി അവർ ആയുധമെടുത്ത് നമ്മുടെ രാജ്യത്തിനെതിരായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തേത് സോമി റെവല്യൂഷണറി ആർമി. അവരുള്ളത് മണിപ്പൂരിലും മിസോറാമിലുമാണ്. അവർ ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പാണ്. അവർ ആക്റ്റീവാണ്. ഇപ്പോൾ സീസ് ഫയറിലാണ്, എന്ന് വെച്ചാൽ വെടിനിർത്തൽ കരാറിലൊക്കെയാണ് അവർ. നാലാമത്തേത് കുക്കി നാഷണൽ ആർമി KNA. അവർ മണിപ്പൂരിലും മ്യാൻമാറിലുമാണ് ഉള്ളത്. എന്നുവെച്ചാൽ നമ്മുടെ രാജ്യവും തൊട്ടയൽ രാജ്യത്തും. അവരും ക്രിസ്ത്യൻസാണ്, ആക്റ്റീവ്, അണ്ടർ സസ്പെൻഷൻ ഓഫ് ഓപ്പറേഷൻസ്. ഇപ്പോൾ അവർ ഈ വെടിനിർത്തൽ കരാറൊക്കെ ചെയ്തിങ്ങനെ നിൽക്കുന്നൊരു സമയമാണ്. 5 കുക്കി റെവല്യൂഷണറി ആർമി KRA. അത് മണിപ്പൂരിൽ തന്നെയാണുള്ളത്, ക്രിസ്ത്യൻസാണ്, സീസ് ഫയറിലാണ് ഉള്ളത്. ആറാമത്തേത് മാർ പീപ്പിൾസ് കൺവെൻഷൻ. അത് മിസോറാമിലും മണിപ്പൂരിലുമാണുള്ളത്. അവർക്ക് വേണ്ടത് ഓട്ടോണോമസ് ഡിസ്ട്രിക്റ്റാണ് വേണ്ടത്. എന്ന് വെച്ചാൽ പരമാധികാരമുള്ള, അവർക്ക് ധാരാളം സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു ഡിസ്ട്രിക്റ്റായിട്ട് അതിനെ മാറ്റണമെന്നുള്ളതാണ്. ക്രിസ്ത്യൻ, പ്രസ്ബിറ്റേറിയൻ, അതേപോലെ തന്നെ ബാപ്റ്റിസ്റ്റ് ഗ്രൂപ്പുകളാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അവരിപ്പോൾ നിലവിൽ ഇന്ത്യയുമായിട്ട് സമാധാന കരാർ ഒപ്പിട്ടിട്ടുണ്ട്. ഏഴാമത് യുണൈറ്റഡ് ട്രൈബൽ ലിബറേഷൻ ആർമി. മണിപ്പൂരിലും ആസാമിലുമാണുള്ളത്. അവർ ക്രിസ്ത്യൻസാണ്. ഇപ്പം വലിയ ആക്ടിവിറ്റി ഇല്ല. എട്ടാമത് ബ്രൂ നാഷണൽ ലിബറേഷൻ ഫ്രണ്ട്. അതിനകത്ത് ഹിന്ദുക്കളുമുണ്ട്, ക്രൈസ്തവരുമുണ്ട്. അവർക്കും ഈ പറഞ്ഞ പോലെ ഓട്ടോണോമി വേണം എന്നുള്ളതാണ് അവർ ആവശ്യപ്പെടുന്നത്. അവരുമായിട്ടും സമാധാന കരാർ സൈൻ ചെയ്തിട്ടുണ്ട്. ഒൻപതാമത് മിസോ നാഷണൽ ഫ്രണ്ട്. മിസോറാമിലുണ്ടായിരുന്നു. അവർ മിസോറാമിൻ്റെ ഇൻഡിപെൻഡൻസിന് വേണ്ടിയായിരുന്നു ആദ്യം വാദിച്ചിരുന്നത്. പിന്നെ സ്റ്റേറ്റ്ഹുഡ് ചോദിച്ചു. ഇന്ത്യൻ ഗവൺമെൻറ് അവരെ സ്റ്റേറ്റായിട്ട് പരിഗണിച്ചു. ആ സായുധ പോരാളികൾ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ, പ്രസ്ബിറ്റേറിയൻ മെജോറിറ്റി ആയിരുന്നു. ഇപ്പോൾ നിലവിൽ അവർ ആയുധമൊക്കെ താഴെ വെച്ച് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് അവർ മാറി. അവരിപ്പോൾ ഭരണത്തിലുണ്ട്. പത്താമത് പീപ്പിൾസ് ലിബറേഷൻ ആർമി. മ്യാൻമറിലും മണിപ്പൂരിലുമുള്ളത്. ക്രിസ്ത്യൻസാണ്, മോസ്റ്റ്ലി ഇനാക്റ്റീവാണ്. അടുത്തത് 11ാമത് ഗാരോ നാഷണൽ ലിബറേഷൻ ആർമി. അവർ മേഘാലയയിലുള്ളതാണ്. അവർ ക്രിസ്ത്യൻ ഗാരോ ബാപ്റ്റിസ്റ്റുകളാണ്. 12ാമത് ഹിന്യൂട്രപ്പ് നാഷണൽ ലിബറേഷൻ കൗൺസിൽ. മേഘാലയയിൽ പ്രവർത്തിക്കുന്നതാണ്. അവർക്ക് വേണ്ടത് ഹിന്യൂട്രപ്പ് സ്റ്റേറ്റ്. അതിനുവേണ്ടി അവർ സായുധ പോരാട്ടം നടത്തുന്ന തീവ്രവാദ ഗ്രൂപ്പുകളാണ്. അവർ ക്രിസ്ത്യൻ ആണ്. അവർ ഇപ്പോൾ നിലവിൽ പല സമാധാന ചർച്ചകളും അവരുമായിട്ട് നടത്തുന്നുണ്ട്. 13ാമത് അച്ചിക് നാഷണൽ വോളണ്ടിയർ കൗൺസിൽ. മേഘാലയ പ്രവർത്തിക്കുന്നു, ക്രിസ്ത്യൻസാണ്. ഗാരോ എന്ന് പറയുന്ന ഇവരുടെ ആ ട്രൈബിൻ്റെ ഓട്ടോണോമിക്ക് വേണ്ടിയുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്തത് ക്രിസ്ത്യൻ ലിബറേഷൻ ആർമി. അവർ ക്രിസ്ത്യൻ മിഷണറികളുമായിട്ട് ടൈപ്പ് ഉണ്ട് എന്നുള്ളതാണ് അവർ ഇവിടെ അവരുടെ റിലീജിയന് കൊടുത്തിരിക്കുന്നത്. 15ാമത് റിയാങ് വോളണ്ടിയർ ഫോഴ്സ്. ത്രിപുരയിൽ പ്രവർത്തിക്കുന്നു, മിക്സഡ് ക്രിസ്ത്യൻ ആൻഡ് ഹിന്ദു. ഇങ്ങനെ 15ഓളം വരുന്ന ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള ഇന്ത്യൻ സൈന്യത്തിനെതിരെ പൊരുതുന്ന സായുധ ക്രൈസ്തവ സംഘങ്ങളുണ്ട്. ഈ കലാപങ്ങളും സായുധ പോരാട്ടങ്ങളും നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ചർച്ച് ഇടപെടുകയും അവർ ഗവൺമെൻറ്റുമായിട്ടും അതേപോലെ തന്നെ സായുധ പോരാളികളുടെയും ഇടയിൽ പീസ് ബ്രോക്കേഴ്സായിട്ട്, എന്ന് വെച്ചാൽ സമാധാനത്തിൻ്റെ ആളുകളായിട്ട് ഇവർ തമ്മിൽ മധ്യസ്ഥ ചർച്ചയ്ക്ക് വേണ്ടിയൊക്കെ ചർച്ച ഇടപെടുകയും അതേപോലെ ധാരാളം സെറ്റിൽമെൻറ്റ് ചെയ്യുകയും ഈ സായുധ പോരാളികൾക്ക് വേണ്ട ചില അവകാശങ്ങൾ മേടിച്ചു കൊടുക്കുകയും അതേപോലെ തന്നെ ഇവരെ ആയുധം താഴെ വെപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളുമൊക്കെ ഈ ചർച്ച് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് ഈ ChatGPT ഒക്കെ വിട്ടിട്ട് നമുക്ക് നേരെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, നമ്മുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ, കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ വെബ്സൈറ്റിലോട്ട് കയറിയാൽ അവിടെ നമുക്ക് ഇങ്ങനെ കാണാം. ഇൻസർജൻസി ഇൻ നോർത്ത് ഈസ്റ്റ്, എന്ന് വെച്ചാൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള ഇൻസർജൻസി. അവിടെ കാണാം ദ ടെറൈൻ, ദ സ്റ്റേറ്റ് ഓഫ് സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ് സച്ച് ആസ് ലാംഗ്വേജ്, എത്നിസിറ്റി, ട്രൈബൽ റൈവൽറി, മൈഗ്രേഷൻ, കൺട്രോൾ ഓവർ ലോക്കൽ റിസോഴ്സസ് ആൻഡ്
long and porous international borders have resulted in a fragile security situation in the northeastern states. ഫ്രജൈൽ സിറ്റുവേഷനാണ്, പൊട്ടിപ്പൊളിഞ്ഞൊരു സംവിധാനമാണ്. ദിസ് ഹാസ് റിസൾട്ടഡ് ഇൻ വയലൻസ്, എക്സ്റ്റോർഷൻ ആൻഡ് ഡൈവേഴ്സ് ഡിമാൻഡ്സ് ബൈ വേരിയസ് ഇന്ത്യൻ ഇൻസർജൻറ്റ് ഗ്രൂപ്പ്സ്. ഇന്ത്യയിൽ തന്നെ ആരംഭിക്കപ്പെട്ടിട്ടുള്ള ഇൻസർജൻറ്റ് ഗ്രൂപ്പ്സ് ആണ്. വിച്ച് മെയിൻറ്റെയിൻ സേഫ് ഹെവൻസ് ഓർ ക്യാമ്പ്സ് ഇൻ നെയ്ബറിംഗ് കൺട്രീസ്. അവർക്ക് വളരെ സേഫായിട്ടുള്ള ക്യാമ്പുകളും താവളങ്ങളും ഒക്കെ എവിടെയുണ്ട്? ഇന്ത്യക്കെതിരായിട്ട് പോരാടാൻ വേണ്ടി അവർക്ക് എവിടെയുണ്ട്? അയൽ രാജ്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ചൈനയുടെയും ഭൂട്ടാൻ്റെയും മ്യാൻമറിൻ്റെയും ഒക്കെ ഭാഗത്തു നിന്നും ഇവർക്ക് സഹായവും ഇവർ അവിടെയായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് പ്രവർത്തിക്കുന്നത്. ദ ഇൻസർജൻറ്റ് ഔട്ട്ഫിറ്റ്സ് ഇൻഡൾജ് ഇൻ വയലൻറ്റ് ആൻഡ് ടെറർ ആക്ടിവിറ്റീസ്. അവരെന്ത് ചെയ്യുന്നുണ്ട്? വയലൻറ്റ് ആൻഡ് ടെറർ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇൻറ്റിമിഡേറ്റ് പീപ്പിൾ വിത്ത് ആംസ് ഇൻ ഓർഡർ ടു അച്ചീവ് ദെയർ ഒബ്ജക്റ്റീവ്സ് ഓർ ഡിമാൻഡ്സ്. ആയുധമെടുത്തുകൊണ്ടുള്ള കളികളാണ്. ദ മെയിൻറ്റെയിൻ ക്രോസ് ബോർഡർ ലിങ്ക്സ്. നമ്മുടെ അതിർത്തി അപ്പുറത്തും ഇപ്പുറത്തും കടന്നുകൊണ്ടുള്ള പരിപാടികളുണ്ട്. പ്രൊക്യൂർ ആംസ്, റിക്രൂട്ട് ആൻഡ് ട്രെയിൻ ദെയർ കേഡേഴ്സ് ആൻഡ് ഇൻഡൾജ് ഇൻ അൺലോഫുൾ ആക്ടിവിറ്റീസ്. ഇവർ തൊട്ടടുത്തുള്ള രാജ്യങ്ങളിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? അവർ ആയുധങ്ങൾ എടുക്കുന്നുണ്ട്, റിക്രൂട്ട് ചെയ്യുന്നുണ്ട്, അവരെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അങ്ങനെ അൺലോഫുൾ ആക്ടിവിറ്റീസിലൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഏർപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ള 16 ടെററിസ്റ്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ തീവ്രവാദ സംഘടനകളെക്കുറിച്ച്, അല്ലെങ്കിൽ അൺലോഫുൾ അസോസിയേഷൻസ് എന്ന് വെച്ചാൽ നിയമവിരുദ്ധമായിട്ടുള്ള സംഘങ്ങൾ, ഇങ്ങനെ 16 പേരെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലിസ്റ്റ് ഓഫ് എക്സ്ട്രീമിസ്റ്റ് ഓർ ഇൻസർജൻറ്റ് ഓർഗനൈസേഷൻസ് ഓഫ് നോർത്ത് ഈസ്റ്റ് റീജിയൻ ഡിക്ലെയർഡ് ആസ് അൺലോഫുൾ അസോസിയേഷൻസ് ആൻഡ് ഓർ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ അണ്ടർ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് 1967. അതിൻ്റെ അടിസ്ഥാനത്തിൽ 16 പേരെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് ഉൾഫ തീവ്രവാദികളാണ്. അവർ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആൻഡ് അൺലോഫുൾ അസോസിയേഷൻ. 2 നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഓഫ് ബോഡോലാൻഡ്. 3 കംതാപൂർ ലിബറേഷൻ ഓർഗനൈസേഷൻ. ഇവരെല്ലാം ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ടാണ് കൂട്ടിയേക്കുന്നത്. 3 എണ്ണം ആസാമിലുള്ളതാണ്. മണിപ്പൂരിലുള്ള പീപ്പിൾസ് ലിബറേഷൻ ആർമി ആൻഡ് ഇറ്റ്സ് പൊളിറ്റിക്കൽ വിങ് ദ റെവല്യൂഷണറി പീപ്പിൾസ് ഫ്രണ്ട്. യുണൈറ്റഡ് നാഷണൽ ലിബറേഷൻ ഫ്രണ്ട് ആൻഡ് ഇറ്റ്സ് ആംഡ് വിങ് ദ മണിപ്പൂർസ് പീപ്പിൾ ആർമി MPA. അടുത്തത് പീപ്പിൾസ് റെവല്യൂഷണറി പാർട്ടി ഓഫ് കാംഗ്ലി പാക്ക്. അതേപോലെ കാംഗ്ലി പാക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കാംഗ്ലി യോവൽ കാൻബാലപ്പ്, കോർഡിനേഷൻ കമ്മിറ്റി കോർകോം, അലയൻസ് ഫോർ സോഷ്യലിസ്റ്റ് യൂണിറ്റി കാംഗ്ലി പാക്ക്, മണിപ്പൂർ പീപ്പിൾസ് ലിബറേഷൻ ഫ്രണ്ട്. ഇങ്ങനെയുള്ള മെയ്തി ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ ഹിന്ദുക്കൾ പ്രധാനമായിട്ടുമുള്ള ഈ സായുധ സംഘങ്ങളെ മുഴുവൻ ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഔദ്യോഗികമായിട്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി മേഘാലയയിലെ ഹൈന്യൂ ട്രിപ്പ് നാഷണൽ ലിബറേഷൻ കൗൺസിൽ, ഇത് ആരുടെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞു, ക്രൈസ്തവരായിട്ടുള്ള ആളുകളുടെ സംഘടനയാണ്. അതിനെയും അൺലോഫുൾ അസോസിയേഷനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഗാരോ നാഷണൽ ലിബറേഷൻ ആർമി, ഗാരോ ട്രൈബ് ആരുടെ കൂടെയാണ്? അവരെല്ലാവരും ക്രൈസ്തവരാണ്. അതിനെയും ടെററിസ്റ്റ് ഓർഗനൈസേഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേപോലെ ത്രിപുരയിലെ ഓൾഡ് ത്രിപുര ടൈഗർ ഫോഴ്സ്, അതേപോലെ നാഷണൽ ലിബറേഷൻ ഫ്രണ്ട് ഓഫ് ത്രിപുര, ഇതിനകത്തും ഈ പറയപ്പെടുന്ന പോലെ ഹിന്ദു ക്രിസ്ത്യൻ മിക്സ് ആണുള്ളത്. ഇനി നാഗാലാൻഡിൽ ദ നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡ് എന്ന് പറയുന്നത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാഗാലാൻഡ് ഫോർ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുന്ന ആ ആളുകൾ മുഴുവൻ ക്രൈസ്തവരായിട്ടുള്ള ആളുകളാണ്. അതിനെയും ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആൻഡ് അൺലോഫുൾ അസോസിയേഷനായിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ 16 സായുധ തീവ്രവാദി സംഘടനകളെ ഇന്ത്യ പ്രഖ്യാപിച്ചതിൽ ഇത് മുഴുവൻ ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളും ഹിന്ദുക്കളും ക്രൈസ്തവരുമായിട്ടുള്ള ആളുകളാണ്. ഇവരാണ് ഇന്ത്യക്കെതിരായിട്ട് പൊരുതുന്നത്. ഇനി ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, സെക്യൂരിറ്റി സിറ്റുവേഷൻ ഇൻ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ആസ് എ ഹോൾ ഫ്രം 1999 ഓൺവേർഡ്സ്. 1999 മുതൽ ഇവരുണ്ടാക്കിയതിൻ്റെ ഒരു ലിസ്റ്റ് ഇവിടെ ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ആ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ PDF എടുക്കാം, പ്രിൻ്റ് എടുത്ത് വായിക്കാം. അതിൽ 1999 ഇവർ ചെയ്ത കാര്യങ്ങൾ, അപ്പം ഓരോ സംഭവങ്ങൾ ചെയ്തതിൻ്റെ ഓരോരോ കോളം കൊടുത്തിട്ടുണ്ട്. 1 ഏതാണ് വർഷം, 2 ഇൻസിഡൻറ്റ് എത്ര സംഭവം നടന്നു, അതേപോലെ തന്നെ എത്ര തീവ്രവാദികൾ കൊല്ലപ്പെട്ടു, എത്ര തീവ്രവാദികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു, എത്ര സെക്യൂരിറ്റി ഫോഴ്സുകൾ വെച്ചാൽ ഇന്ത്യയുടെ സൈന്യത്തെ എത്ര പേരെ ആക്രമിച്ചു, എത്ര സിവിലിയൻസിനെ സാധാരണക്കാരെ കൊന്നു, എത്ര തീവ്രവാദികൾ സറണ്ടർ ചെയ്തു, എത്ര ആയുധം കിട്ടി, അതേപോലെ എത്ര ആയുധം അവർ സറണ്ടർ ചെയ്തു, അതേപോലെ സാധാരണക്കാരെ എത്ര പേരെ കിഡ്നാപ്പ് ചെയ്തു, ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. അതിന് നമ്മൾ 1-2 മാത്രം വായിച്ചാൽ 1999 നമ്മൾ വായിക്കുകയാണെങ്കിൽ 1743 സംഭവങ്ങൾ,
ആകെ 365 ദിവസമാണ്. സംഭവങ്ങൾ എത്ര? 1743. അപ്പോൾ ഒരു ദിവസം എത്ര സംഭവമുണ്ട്? എത്ര തീവ്രവാദികൾ കൊല്ലപ്പെട്ടു? 442. മുഴുവൻ ആളുകളും ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ആണ്. എക്സ്ട്രീമിസ്റ്റ് അറസ്റ്റഡ് എത്ര പേരാ? 1447 തീവ്രവാദികളെ പിടിച്ചു. ഇവരെത്ര സൈനികരെ കൊന്നിട്ടുണ്ട്? ഇവർ 208 സൈനികരെ എന്ത് ചെയ്ത് ആ വർഷം കൊന്നിട്ടുണ്ട്. സിവിലിയൻസിനെ 599 പേരെ കൊന്നിട്ടുണ്ട്. ഇവർ സറണ്ടർ ആയത് 908 പേര് സറണ്ടർ ആയിട്ടുണ്ട്. അതേപോലെ ഇവരുടെ ഇന്ന് 355 ആയുധങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവർ പൊതുജനങ്ങളെ തട്ടിക്കൊണ്ടുപോയത് 732 പേരെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. ഇനി നമുക്ക് റാൻഡമായിട്ട് ഇപ്പം നമ്മൾ 2008 നോക്കിയാൽ 1561 സംഭവം, 640 തീവ്രവാദികൾ കൊല്ലപ്പെട്ടു, 2566 പേര് അറസ്റ്റിലായി. സെക്യൂരിറ്റി നമ്മുടെ സൈന്യത്തിനെ 46 പേരെ കൊന്നു, 466 സിവിലിയൻസിനെ അവർ കൊന്നു. അതേപോലെ 416 പേരെ അവർ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി. ഇങ്ങനെ നമ്മുടെ സൈന്യത്തിനെ ചില വർഷങ്ങളിൽ 165, ചില വർഷങ്ങളിൽ 175, 142, 90, 110, 70, 76, 79, 46, 42, 20, 32, 14 ഇങ്ങനെ നമ്മൾ ആ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓരോ വർഷവും ഇഷ്ടം പോലെ ആളുകളെയാണ് കൊല്ലുന്നത്. ഇനി സിവിലിയൻസിൻ്റെ കണക്ക് നോക്കിയാൽ 599, 907, 600, 459, 494, 414, 393 ഇങ്ങനെ 498, 466 ഇങ്ങനെ ആളുകളെ എന്ത് ചെയ്തിരിക്കുകയാണ്? കൊന്നിരിക്കുകയാണ്. സിവിലിയൻസിനെ കൊന്നിരിക്കുന്നതിൻ്റെ കണക്കാണ് ഇത്. ഇന്ത്യ ഔദ്യോഗികമായിട്ട് ആഭ്യന്തര വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നതാണ്. ഇവർ മുഴുവൻ ഹിന്ദുക്കളും ക്രൈസ്തവരുമായിട്ടുമുള്ള തീവ്രവാദികളാണ്. ഇനി ഇതിൻ്റെ അടുത്ത പേജുകൾ നമ്മൾ നോക്കിയാൽ ഓരോ സ്ഥലത്തിൻ്റെ വെച്ചിട്ട് ഓരോ സ്റ്റേറ്റ് വൈസ് സെക്യൂരിറ്റി സിറ്റുവേഷൻ ഫ്രം 1999 ഓൺവേർഡ്സ് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അരുണാചൽ പ്രദേശ്, ആസാം, മണിപ്പൂർ, നാഗാലാൻഡ്, മേഘാലയ ഇങ്ങനെ തുടങ്ങി ഈ ക്രൈസ്തവ ഹിന്ദു തീവ്രവാദികൾ പ്രവർത്തിക്കുന്ന സ്ഥലത്തെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ സംഭവങ്ങൾ ഇവരെയൊക്കെ ടെററിസ്റ്റായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യൻ ഗവൺമെൻറ് ഗസറ്റ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ദ ഗസറ്റ് ഓഫ് ഇന്ത്യ, ഭാരത് കാ രാജപത്ര എന്നും പറഞ്ഞിട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അത് നമ്മൾ ഓരോന്ന് നോക്കിക്കഴിഞ്ഞാൽ മണിപ്പൂരിലെ അവിടെ ഹിന്ദുക്കളായിട്ടുള്ള തീവ്രവാദികൾ കൂടുതലുള്ള സ്ഥലമാണ്. അവർക്ക് എതിരായിക്കൊണ്ട് അവർ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഗസറ്റ് നോട്ടിഫിക്കേഷൻ. അതിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കാണാം. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് നോട്ടിഫിക്കേഷൻ, ന്യൂഡൽഹി, the 13th November 2018. Whereas the People's Liberation Army, generally known as PLA, and its political wing, the Revolutionary People's Front, the United National Liberation Front, and its armed wing, Manipur People's Army, the People's Revolutionary Party of Kangli-Pak, and its armed wing, the Red Army, the Kangli-Pak Communist Party and its armed wing, also called the Red Army, the Kangli-Kanba-Lep, the Coordination Committee, and the Alliance for Socialist Unity Kangli-Pak, hereinafter collectively referred to as the Meitei extremist organizations, have the aim and objective of the formation of an independent Manipur. എന്നിട്ട് അവർക്ക് എന്ത് ചെയ്യണം? അവർക്ക് ഇന്ത്യയിൽ നിന്നും മണിപ്പൂർ സ്റ്റേറ്റ് എന്ന് പറയുന്ന സംഭവത്തിൽ നിന്ന് മാറി അവർക്കൊരു ഇൻഡിപെൻഡൻറ്റ് മണിപ്പൂരായിട്ട് അവർക്ക് മാറണം. വിഘടനവാദമാണ് ഉള്ളത്. അതിനവർ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഓപ്പൺലി ഡിക്ലെയർഡ് ദർ ഒബ്ജക്റ്റീവ്സ് ആസ് ഫോർമേഷൻ ഓഫ് ആൻ ഇൻഡിപെൻഡൻറ്റ് മണിപ്പൂർ, ബീൻ എംപ്ലോയിങ് ആൻഡ് എൻഗേജിങ് ഇൻ ആംഡ് മീൻസ് ടു അച്ചീവ് ദർ എഫോർസഡ് ഒബ്ജക്റ്റീവ്സ്. അതിനുവേണ്ടി അവർ ചെയ്യുന്നു, ആയുധം ഉപയോഗിക്കുന്നു. ബീൻ അറ്റാക്കിംഗ് ദ സെക്യൂരിറ്റി ഫോഴ്സസ്, ദ പോലീസ്, ഗവൺമെൻറ് എംപ്ലോയീസ് ആൻഡ് ലോ അബൈഡിംഗ് സിറ്റിസൺസ് ഇൻ മണിപ്പൂർ. അവരെന്താ ചെയ്യുന്നത്? അവർ നമ്മുടെ സെക്യൂരിറ്റി ഫോഴ്സുകൾ, രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി ഫോഴ്സ്, പോലീസിനെ, ഗവൺമെൻറ് എംപ്ലോയീസിനെ എല്ലാം അവർ ആക്രമിക്കുന്നു. ബീൻ ഇൻഡൾജിങ് ഇൻ ആക്ട്സ് ഓഫ് ഇൻറ്റിമിഡേഷൻ, എക്സ്റ്റോർഷൻ ആൻഡ് ലൂട്ടിംഗ് ഓഫ് സിവിലിയൻ പോപ്പുലേഷൻ ഫോർ കളക്ഷൻ ഓഫ് ഫണ്ട്സ് ഫോർ ദെയർ ഓർഗനൈസേഷൻ. അവർ നാട്ടുകാരെ പേടിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവരെ ഫണ്ട് പിരിക്കുന്നു. ബീൻ മേക്കിംഗ് കോൺടാക്ട്സ് വിത്ത് സോഴ്സസ് എബ്രോഡ് ഫോർ ഇൻഫ്ലുവൻസിംഗ് പബ്ലിക് ഒപ്പീനിയൻ ആൻഡ് ഫോർ സെക്യൂറിംഗ് ദെയർ അസിസ്റ്റൻസ് ബൈ വേ ഓഫ് ആംസ് ആൻഡ് ട്രെയിനിങ് ഫോർ ദ പർപ്പസ് ഓഫ് അച്ചീവിംഗ് ദെയർ സെക്ഷനിസ്റ്റ് ഒബ്ജക്റ്റീവ്. അവർക്ക് ഇങ്ങനെ ഇന്ത്യയിൽ നിന്നും സെപ്പറേറ്റ് ആവുന്ന ഇവരുടെ ഈ ലക്ഷ്യത്തിന് വേണ്ടി അവരെന്ത് ചെയ്യുന്നു? അവർ എബ്രോഡ്, ഇന്ത്യക്ക് പുറത്തുള്ള ചൈനയായിട്ടും മ്യാൻമറുമായിട്ടും ഒക്കെ ചേർന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവരുടെ കയ്യിൽ നിന്ന് ഫണ്ട് വാങ്ങുന്നു. അതേപോലെ തന്നെ ഈ അവർക്ക് വേണ്ട ആയുധങ്ങൾ വാങ്ങുന്നു. അതേപോലെ ഈ കേഡർമാരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ചൈനയും അതേപോലെ ഈ മ്യാൻമറിൻ്റെ ആളുകളൊക്കെ വന്നിട്ട് ഇവർക്ക് ട്രെയിനിങ് കൊടുക്കും. എന്ന് മാത്രമല്ല ഇവരെന്ത് ചെയ്യുന്നു? നെയ്ബറിംഗ് കൺട്രീസിലെ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് അവിടെ ട്രെയിനിങ്ങും മറ്റു പരിപാടികളൊക്കെ നടത്തുന്നു. എന്ന് വെച്ചാൽ അവർക്ക് അങ്ങനെ നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയൊന്നുമില്ല. അവർക്ക്
അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി അവർ സഞ്ചരിക്കുന്നുണ്ട്, വേണ്ട കാര്യങ്ങൾ സ്വീകരിക്കുന്നുണ്ട്, ഇന്ത്യക്കെതിരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് വേറസ് ദ അൺലോഫുൾ ആൻഡ് വയലന്റ് ആക്ടിവിറ്റീസ് ഓഫ് മീത്തി എക്സ്ട്രീമിസ്റ്റ് ഓർഗനൈസേഷൻ ഇൻക്ലൂഡ് their involvement in 756 violent incidents for the last 5 years. അവർ കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് എന്ന് വെച്ചാൽ ജനുവരി 2013 മുതൽ അവർ ജൂലൈ 2018 വരെയുള്ള 5 വർഷത്തിനിടയ്ക്ക് 756 കലാപങ്ങൾ, വയലൻ്റ് ആയിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. കില്ലിംഗ് ഓഫ് 86 പേഴ്സൺ ഇൻക്ലൂഡിംഗ് 35 സെക്യൂരിറ്റി ഫോഴ്സസ് പേഴ്സണൽ ഫ്രം 1st January 2013 ടു 31st July 2018. അവർ സെക്യൂരിറ്റി ഫോഴ്സുകളെയും അവരെന്ത് ചെയ്തിട്ടുണ്ട്, കടന്നാക്രമിച്ചു. ഇനി അടുത്തത് ക്രൈസ്തവ തീവ്രവാദ ഗ്രൂപ്പായിട്ടുള്ള ഹിന്യൂട്രപ്പ് നാഷണൽ ലിബറേഷൻ കൗൺസിലിനെ കുറിച്ചിട്ട് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് പുറപ്പെടുവിച്ചിട്ടുള്ള ഗസറ്റ് നോട്ടിഫിക്കേഷൻ, അത് 16 നവംബർ 2019 വേറാസ് ദി സെൻട്രൽ ഗവൺമെൻറ് ഈസ് ഓഫ് ദി ഒപ്പീനിയൻ ദാറ്റ് ദ ഹിന്യൂട്രപ്പ് നാഷണൽ ലിബറേഷൻ കൗൺസിൽ along with all its factions, wings and front organizations of Meghalaya has been openly declaring as its objective the secession of the areas in the state of Meghalaya from the Indian Union. ഇന്ത്യൻ യൂണിയനിൽ നിന്ന് മേഘാലയയെ സെപ്പറേറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അതിന് അവർ എന്താ ചെയ്യുന്നത്, കണ്ടിന്യൂഡ് ഇൻറ്റിമിഡേഷൻ ആൻഡ് ബുള്ളിങ് ഓഫ് ദി സിവിലിയൻ പോപ്പുലേഷൻ ഫോർ എക്സ്റ്റോർഷൻ ഓഫ് ഫണ്ട്സ് ഫോർ ദെയർ ഓർഗനൈസേഷൻ, ഫണ്ട് ജനങ്ങളെ പേടിപ്പിച്ചുകൊണ്ട് വാങ്ങുന്നു. അതേപോലെ തന്നെ മെയിൻറ്റെയിൻഡ് ക്യാമ്പ്സ് ഇൻ ബംഗ്ലാദേശ് ഫോർ ദി പർപ്പസ് ഓഫ് സാഞ്ചുറി ആൻഡ് ട്രെയിനിങ് ഓഫ് ദെയർ കേഡേഴ്സ്. നമ്മുടെ രാജ്യത്തിനോട് പ്രശ്നമുണ്ടായിക്കൊണ്ടിരിക്കുന്ന അയൽ രാജ്യങ്ങളായിട്ടുള്ള ബംഗ്ലാദേശിനോട് കൂട്ടുചേർന്നുകൊണ്ട് ആരാ പ്രവർത്തിക്കുന്നത്, അവിടെയുള്ള ക്രൈസ്തവ തീവ്രവാദ ഗ്രൂപ്പുകളാണ് പ്രവർത്തിക്കുന്നത്. ആൻഡ് വേറാസ് ദി സെൻട്രൽ ഗവൺമെൻറ് ഈസ് ഓൾസോ ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് ഫോർ ദ റീസൺസ് aforesaid the HNLC together with its factions, wings or front organization is an unlawful association. ഇനി അടുത്ത ക്രൈസ്തവ ഗ്രൂപ്പായിട്ടുള്ള ഗ്യാരോ ലിബറേഷൻ ആർമിയെ കുറിച്ചിട്ട് 12 ജനുവരി 2012 ഉള്ള ഗസറ്റ് നോട്ടിഫിക്കേഷനാണ്. നിങ്ങൾക്ക് കാണാം, ഭാരത് കാ രാജ്പത്ര, ദ ഗസറ്റ് ഓഫ് ഇന്ത്യ. അതിൽ വളരെ വ്യക്തമായിട്ട് ഇവരെ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എന്ന് വിളിച്ചേക്കുന്ന കാണാം. ആൻഡ് വേറാസ് ദി ഗ്യാരോ നാഷണൽ ലിബറേഷൻ ആർമി, എ മിലിറ്റന്റ് ഔട്ട്ഫിറ്റ് ഓഫ് ഗ്യാരോ ഹിൽസ് which came into existence in early 2010, has been consolidating its position in the 3 Garo Hills districts, both organizationally and in terms of weapons and cadres, and to achieve the objective of a separate Garo state. The outfit is resorting to terrorism in the form of killing of innocent civilians, in addition to engaging in other violent activities like physical assault on government employees, lobbing grenades in government buildings, and other violent activities and extortions. ഇങ്ങനത്തെ പരിപാടികളാണ് അവർ ഏർപ്പെടുന്നത്. ആൻഡ് വേറാസ് ദി സെൻട്രൽ ഗവൺമെൻറ് ബിലീവ്സ് ദാറ്റ് ദ ഗ്യാരോ നാഷണൽ ലിബറേഷൻ ആർമി ഈസ് ഇൻവോൾവ് ഇൻ ടെററിസം. ഇനി അടുത്ത പാരഗ്രാഫിൽ അതിൻ്റെ സെക്ഷൻ ഒക്കെ കൊടുത്തതിന് ശേഷം കാണാം, ദ സെൻട്രൽ ഗവൺമെൻറ് ഹിയർ ബൈ മേക്സ് ദ ഫോളോയിങ് ടു ആഡ് ദി ഗ്യാരോ നാഷണൽ ലിബറേഷൻ ആർമി ആൻഡ് ഓൾ ഇറ്റ്സ് ഫോർമേഷൻസ് ആൻഡ് ഫ്രണ്ട് ഓർഗനൈസേഷൻസ് ആസ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഈ ക്രൈസ്തവ സായുധ സംഘടനയും തീവ്രവാദ രാജ്യവിരുദ്ധ സംഘടനകളായിട്ടാണ് കൂട്ടിയിട്ടുള്ളത്. ഇനി അടുത്തത് നാഗാലാൻഡിൽ പ്രവർത്തിക്കുന്ന നാഗാലാൻഡ് ഫോർ ക്രൈസ്റ്റ് എന്നൊക്കെ സ്ലോഗൻ വെച്ച് സായുധ പോരാട്ടം ഇന്ത്യൻ പട്ടാളത്തിനെതിരെ, ഇന്ത്യൻ സെക്യൂരിറ്റി ഫോഴ്സിനെതിരെ നടത്തുന്ന ഈ NSCN എതിരായിട്ടുള്ള ഗസറ്റ് നോട്ടിഫിക്കേഷനാണ്. അതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് 6 നവംബർ 2015 ആണ്. അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം, എന്താണ് അവരുടെ ആക്ടിവിറ്റീസ് എന്താണെന്ന് പറയുന്നുണ്ട്. വളരെ ഔദ്യോഗികമായ രേഖകളാണ്, മറ്റേ ChatGPT മാത്രമല്ല. ശ്രദ്ധിച്ചു കേട്ടോ. ആൻഡ് വേറാസ് ദ നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡ്, എ മിലിറ്റന്റ് ഔട്ട്ഫിറ്റ് വിച്ച് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ 1988, ഈസ് ആക്റ്റീവ് അലോങ് ദ ഇൻഡോ-മ്യാൻമാർ ബോർഡർ, ദിമാപൂർ, മോൺ, ലോങ്ലങ്, ഫക്, കിഫിർ എന്ന് പറഞ്ഞ കുറേ സ്ഥലങ്ങൾ, ആൻഡ് ഡിസ്ട്രിക്ട്സ് ഓഫ് നാഗാലാൻഡ്. അതേപോലെ തന്നെ അരുണാചൽ പ്രദേശിൻ്റെ കുറേ ഡിസ്ട്രിക്റ്റുകൾ, അതേപോലെ തന്നെ മണിപ്പൂരിൻ്റെ കുറേ ഡിസ്ട്രിക്ട്. ഇത്രയും സ്ഥലത്ത്, ഈ 3 സ്ഥലത്തായിട്ടാണ് ഇവരുള്ളത്. ആൻഡ് ഹാസ് ബീൻ കൺസോളിഡേറ്റിംഗ് ഇറ്റ്സ് പൊസിഷൻ ബോത്ത് ഓർഗനൈസേഷനലി ആൻഡ് ഇൻ ടേംസ് ഓഫ് വെപ്പൺസ് ആൻഡ് കേഡേഴ്സ് ടു അച്ചീവ് ദി ഒബ്ജക്റ്റീവ് ഓഫ് എ സെപ്പറേറ്റ് സോവറിൻ നാഗാലാൻഡ് സ്റ്റേറ്റ്. ആൻഡ് ഹാസ് റിസോർട്ടഡ് ടു ടെററിസം ആസ് എ മീൻസ് ടു ദിസ് എൻഡ് ബൈ കില്ലിംഗ് ഇന്നസെൻറ്റ് സിവിലിയൻസ് ആൻഡ് സെക്യൂരിറ്റി ഫോഴ്സസ് ആൻഡ് എൻഗേജിംഗ് ഇൻ അതർ വയലൻറ്റ് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡിംഗ് റോബറി, എക്സ്റ്റോർഷൻ, കിഡ്നാപ്പിംഗ് ആൻഡ് ഇൻഡിസ്ക്രിമിനേറ്റ് പ്ലാന്റിംഗ് ലാൻഡ് മൈൻസ്. അപ്പം ഈ നാഗാലാൻഡിൻ്റെ വിമോചിപ്പിച്ചെടുക്കാൻ വേണ്ടിയുള്ള പോരാട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന, ഇന്ത്യക്കെതിരെ ആയുധമെടുത്ത് പോരാടുന്ന ക്രൈസ്തവ ഗ്രൂപ്പുകൾ, അവർ
ഭൂരിഭാഗവും എന്ന് പറയുന്നത് ക്രൈസ്തവരാണ്. കാരണം നാഗാലാൻഡിൽ തന്നെ ക്രൈസ്തവരേ ഉള്ളൂ ബഹുഭൂരിഭാഗവും. ഇനി അവരുടെ ആക്ടിവിറ്റീസ് നിങ്ങൾ കേട്ടല്ലോ, അവിടെ സാധാരണക്കാരെ കൊല്ലുക, സെക്യൂരിറ്റി ഫോഴ്സിനെ കൊല്ലുക, അതേപോലെ തന്നെ മോഷണം നടത്തുക, കൊള്ളയടിക്കുക, എക്സ്റ്റോർഷൻ, കിഡ്നാപ്പിംഗ്, ഇൻഡിസ്ക്രിമിനേറ്റ് പ്ലാന്റിംഗ് ലാൻഡ് മൈൻസ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ധാരാളം പരിപാടികളാണുള്ളത്. ഇനി അടുത്തതായിട്ട് ഇവർ ഇങ്ങനെ ആസാം റൈഫിൾസ് എന്ന് പറയുന്ന നമ്മുടെ സെക്യൂരിറ്റി ഫോഴ്സിന് അകത്ത് കയറി ധാരാളം സൈന്യത്തിൻ്റെ ആളുകളെ കൊന്നിട്ടുള്ളതിൻ്റെ ഡീറ്റെയിൽസ്, അത് ഏതൊക്കെ ഡേറ്റിലാണ് സംഭവിച്ചതെന്നൊരു 4 സംഭവങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് പറയുന്നത്, ആൻഡ് വേറാസ് ദ സെൻട്രൽ ഗവൺമെൻറ് ബിലീവ്സ് ദാറ്റ് ദി നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡ് ഈസ് ഇൻവോൾവ് ഇൻ ടെററിസം, അവർ തീവ്രവാദ പ്രവർത്തനത്തിൽ അവർ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഹൈന്ദവ ക്രൈസ്തവ തീവ്രവാദ ഗ്രൂപ്പുകൾ സായുധ പോരാട്ടങ്ങൾ ഇന്ത്യൻ സൈന്യത്തിനെതിരായിട്ട് നടത്തുമ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി, സെറ്റിൽമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി പലതരത്തിലുള്ള നീക്കങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് നടത്താറുണ്ട്. അത് പുതിയ BJP ഗവൺമെൻറ് മാത്രമല്ല, മുമ്പ് മുതൽ തന്നെ, തുടക്കം മുതൽ തന്നെ നടക്കുന്ന കാര്യങ്ങളാണ്. To settle uprising in northeastern states, the central government has implemented a combination of political, economic, administrative and legal measures. ഇങ്ങനെ സകല വഴിയിലൂടെ നോക്കിയിട്ടുണ്ട്. അവരുമായിട്ട് പല സമാധാന കരാറുകൾ, നാഗാലാൻഡുമായിട്ട് ഷിലോങ് അക്കോർഡ് എന്ന് പറഞ്ഞ ഒരു കരാറിലേക്ക് വന്നു. അതേപോലെ തന്നെ അവർക്ക് ഇപ്പം കാശ്മീരിൽ 370 എടുത്ത് കളഞ്ഞെങ്കിൽ ഇവർക്ക് 371A സ്പെഷ്യൽ ഓട്ടോണമി എന്ത് ചെയ്തിട്ടുണ്ട്, അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം അതവരുടെ റിലീജിയനുമായിട്ടോ കസ്റ്റമുമായിട്ടോ അല്ലെങ്കിൽ ലാൻഡുമായിട്ടോ ബന്ധപ്പെട്ടതാണെങ്കിൽ ഇവർ സ്റ്റേറ്റ് അസംബ്ലിയുടെ അപ്രൂവലോടുകൂടി മാത്രമേ നടത്തുകയുള്ളൂ. ഇങ്ങനെ ഗവൺമെൻറ് പല ഈ സമാധാന കരാറുകൾ, അതേപോലെ സ്പെഷ്യൽ ഓട്ടോണമി അണ്ടർ ആർട്ടിക്കിൾ 371A, അതേപോലെ ചില സ്ഥലങ്ങൾക്ക് ഇപ്പോൾ മിസോറാമിനൊക്കെ സ്റ്റേറ്റ് ഹുഡ് കൊടുത്തതുപോലെ, അതേപോലെ ഫോർമേഷൻ ഓഫ് ടെറിട്ടോറിയൽ റീജിയൻ, അവർക്ക് കുറച്ച് അധികാരങ്ങൾ കിട്ടുന്ന രൂപത്തിൽ പ്രത്യേക സംവിധാനങ്ങൾ, അതേപോലെ ഓട്ടോണോമസ് ഡിസ്ട്രിക്ട് കൗൺസിൽ, സ്പെഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്, അതേപോലെ തന്നെ എക്കണോമിക് പാക്കേജുകൾ. ഈ നാടുകളിലൊക്കെ ഏതെങ്കിലും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതി വരികയാണെങ്കിൽ സാധാരണ ഗവൺമെൻറ്റുകളൊക്കെ, സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളൊക്കെ 40% അല്ലെങ്കിൽ 25% എടുക്കണമെങ്കിൽ ഈ പറയപ്പെടുന്ന സ്റ്റേറ്റുകളൊക്കെ വെറും 10% എടുത്താൽ മതി, 90% സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും. അതേപോലെ തന്നെ ഇങ്ങനെ ഈ തീവ്രവാദ പ്രവർത്തനത്തിൽ മാറി വരുന്ന ആളുകൾക്ക് വലിയ പാക്കേജുകൾ കൊടുക്കുന്നുണ്ട്, 4 ലക്ഷം രൂപ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ആയിരക്കണക്കിന് കോടി രൂപ അവരുടെ ഈ പറയപ്പെടുന്ന നാടിൻ്റെ മാറ്റങ്ങൾക്ക് വേണ്ടി കൊടുക്കുകയും, അതേപോലെ തന്നെ അവരുടെ എത്നിസിറ്റിയെയോ അവരുടെ റിലീജിയനെയോ അല്ലെങ്കിൽ അവർ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിന് യാതൊരു കുഴപ്പവും ഉണ്ടാക്കുകയില്ല എന്നൊക്കെയുള്ള ധാരാളം കരാറുകൾ ഇന്ത്യൻ ഗവൺമെൻറ് അവരുമായിട്ട് ഒപ്പിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് അവിടെയുള്ള ഈ ചർച്ചകളുമൊക്കെ വലിയ മധ്യസ്ഥം വഹിക്കുകയും ഈ പറയപ്പെടുന്ന സായുധ പോരാളികളുടെയും ഗവൺമെൻറ്റിൻ്റെ ഇടയിലൊക്കെ ഈ ഒരു സമാധാനം കൊണ്ടുവന്ന് ഇവരുടെ കാര്യങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുത്ത് സെറ്റിൽമെൻറ്റും ഒക്കെ ചെയ്യുന്നുണ്ട്. ചില ഓർഗനൈസേഷനെ ചർച്ച സഹായിക്കുന്നുണ്ട് എന്നും ഉള്ള ആരോപണങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇനി ഇത് കേട്ടുകൊണ്ടിരുന്ന നിങ്ങളാണ് പറയേണ്ടത്, മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികൾ അല്ലെങ്കിലും തീവ്രവാദികളെല്ലാം മുസ്ലിങ്ങളാണ് എന്ന് പറയുമ്പോൾ, ഇവിടെ നമ്മൾ ChatGPT വഴി നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഓരോ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ഇപ്പോൾ ഉള്ളതും നേരത്തെ യുദ്ധം ചെയ്ത് ആയുധം അടക്കി വെച്ചവരെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഹിന്ദു സംഘടനകളിൽ നിന്ന് 13 സംഘങ്ങളും ക്രൈസ്തവ സംഘങ്ങളിൽ നിന്ന് 15-16 സായുധ സംഘങ്ങളും ഇന്ത്യക്കെതിരായിട്ട് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ സായുധ പോരാട്ടങ്ങൾ അവർ നടത്തുന്ന തീവ്രവാദികളാണ്. ഇവരിൽ 16 പേരെ ഔദ്യോഗികമായിട്ട് സെൻട്രൽ ഗവൺമെൻറ് തന്നെ തീവ്രവാദികളാക്കിയിട്ടുണ്ട്. ഇവരുടെ എല്ലാം കേഡർമാരെന്ന് പറയുന്നത് അതിലൊന്നും മുസ്ലിങ്ങളില്ല, അവരെല്ലാവരും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായിട്ടുള്ള ആളുകളാണ്. എന്നാൽ ഇവരെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ടോ? തീരെയും നമ്മൾ കേൾക്കാറില്ല. നേരെ മറിച്ച് നമ്മളിനിയും എത്ര മിലിറ്റൻ്റ് ഇൻസർജൻറ്റ് ഗ്രൂപ്പ് മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നുമുണ്ട് അല്ലെങ്കിൽ മുസ്ലിങ്ങൾ കേഡറായിട്ടുള്ളത് എന്ന് നോക്കിയാൽ നമ്മൾ സ്ഥിരമായിട്ട് പത്രത്തിൽ വായിച്ച 10-14 കാണും. അതിൽ ബഹുഭൂരിഭാഗം എന്ന് പറയുന്നത് കാശ്മീരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അതേപോലെ തന്നെ ഈ IS പോലെയുള്ള അല്ലെങ്കിൽ അൽ ഖയ്ദ പോലെയുള്ള ചില സംഘങ്ങളുടെ പേരുമാണ്. എന്ന് വെച്ചാൽ കേരളത്തിൽ താമസിക്കുന്ന ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് യാതൊരു തരത്തിലും ബന്ധമില്ലാത്ത മുഖ്യധാര മുസ്ലിങ്ങളെല്ലാം തള്ളി പറഞ്ഞിട്ടുള്ള ഭീകരവാദ സംഘടനകളുടെ കാര്യങ്ങൾ പറഞ്ഞ് അതിൻ്റെ പേരിലാണ് ഇവിടെയുള്ള മുസ്ലിങ്ങളുടെ മേളിൽ കുതിര കയറാനും നിങ്ങളുടെ ഖുർആൻ വായിച്ചിട്ടാണ് ഇവരെല്ലാം ഇങ്ങനെ ആയത് എന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ ഈ ആളുകൾ നടത്തുന്നത്. ഇത്രയും കേട്ടതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ഒരു വേദഗ്രന്ഥങ്ങളുടെയും അടിസ്ഥാനമില്ലാതെ തന്നെ ഒരു കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൾച്ചറിനോ അവരുടെ റിലീജിയനോ
അല്ലെങ്കിൽ അവരുടെ ലാൻഡ് റിസോഴ്സുകൾക്കോ എതിരായി ഏതെങ്കിലും തരത്തിലൊരു ഭരണകൂടം ഒരു ഭീഷണിയായി വരുമെന്ന് അവർക്ക് തോന്നിയാൽ, വാസ്തവം ചിലപ്പോൾ അതായിരിക്കത്തില്ല, പക്ഷേ ഇവർക്ക് അങ്ങനെ തോന്നുകയാണ്, ഇവർക്കത് നഷ്ടപ്പെട്ടേക്കും അല്ലെങ്കിൽ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടായേക്കും എന്ന് തോന്നിയാൽ ചിലപ്പോൾ ആ സമൂഹങ്ങൾ ഈ പറയപ്പെടുന്ന സായുധ പോരാട്ടത്തിലേക്ക് ഇറങ്ങുകയും അവരുടെ ഒരു എത്നിസിറ്റി സംരക്ഷിക്കാനുള്ള നീക്കങ്ങൾ നടത്തുകയും അത് പിന്നെ അവസാനിക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഇവർ പൂർണ്ണമായി പരാജയപ്പെട്ടില്ലാതാവണം, അല്ല എങ്കിൽ അവർ ഏതൊരു ഭരണകൂടവുമായിട്ടാണോ ഫൈറ്റ് ചെയ്യുന്നത് ആ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും നിങ്ങൾ ഈ പേടിക്കുന്ന യാതൊരു കാര്യങ്ങൾക്കും ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്നും നിങ്ങൾക്ക് ഈ രൂപത്തിൽ തന്നെ തുടരാനുള്ള എല്ലാ സംവിധാനങ്ങളും നമുക്ക് ചെയ്തു തരാമെന്നും ഉറപ്പ് കിട്ടുകയും അതിൽ അവർക്ക് വിശ്വാസം തോന്നുകയും ചെയ്യുന്നത് വരെ ആ നാടുകളിൽ ഇതുപോലെയുള്ള അപ്രൈസിങ്ങുകൾ ഇതേപോലെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഇങ്ങനെയുള്ള സമൂഹങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റുകയും അവർക്ക് നമ്മുടെ ഉറപ്പുകൾ വിശ്വസിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് അതൊക്കെ മാറുകയും ചെയ്യണമെങ്കിൽ സ്വാഭാവികമായും അതിന് സമയം വേണ്ടി വരും, അതിന് ധാരാളം പ്രക്രിയകൾ നടത്തേണ്ടി വരും, അതേപോലെ തന്നെ ധാരാളം പ്രിവിലേജുകൾ അവർക്ക് നൽകേണ്ടി വരും. ഇങ്ങനെ ഘട്ടം ഘട്ടമായി മാത്രമാണ് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ഈ പ്രശ്നമുണ്ടാക്കുന്ന വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ അവരുടെയും കൂടെ ഗുണകാംക്ഷയിൽ പ്രവർത്തിക്കുന്ന ഒരു സെൻട്രൽ ഗവൺമെൻറ്റിന് പോലും അവരെ പറഞ്ഞ് ഫലിപ്പിക്കാൻ പല ചർച്ചകളും അതേപോലെ നെഗോഷിയേഷൻസും അതേപോലെ തന്നെ പല സമാധാന കരാറുകളും സീസ്ഫയറും ഒക്കെ നടത്തുന്ന ധാരാളം പ്രശ്നങ്ങൾ അവിടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും തികച്ചും വിഭിന്നമായി സാമ്രാജ്യത്വ രാജ്യങ്ങൾ ഓരോ മുസ്ലിം രാജ്യങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും കടന്നു ചെന്ന് അവിടെയുള്ള സമ്പത്ത് കൊള്ളയടിക്കുകയും അവിടുത്തെ സംസ്കാരത്തെ പുച്ഛിക്കുകയും അതേപോലെ തന്നെ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ്റെ മറവിൽ അവിടെ മതപരിവർത്തന ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ അവിടെയുള്ള തദ്ദേശീയരായിട്ടുള്ള ആളുകൾ അവർക്കെതിരെ ആയുധമെടുത്താൽ അവരുടെ സമ്പത്ത് സംരക്ഷിക്കാൻ, അവരുടെ അന്തസ്സ് സംരക്ഷിക്കാൻ, അവരുടെ മതത്തെ സംരക്ഷിക്കാൻ അവർ ആയുധമെടുത്താൽ ഈ സാമ്രാജ്യത്വ രാജ്യങ്ങൾ അവരുടെ മേലിൽ ടെററിസ്റ്റ് എന്ന് പറയുന്ന ഒരു ചാപ്പ കുത്തും. അങ്ങനെ ചാപ്പ കുത്തിക്കഴിഞ്ഞാൽ ChatGPT രേഖകളിലും ഗൂഗിളിൻ്റെ രേഖകളിലും ഒക്കെ ഈ ആളുകൾ തീവ്രവാദികളായിട്ട് വരും. ആര്? തദ്ദേശീയരായിട്ടുള്ള ആളുകൾ തീവ്രവാദി. ആരാ പറയുന്നത്? അവരുടെ നാട്ടിൽ കൊള്ളയടിക്കാൻ ചെന്ന സാമ്രാജ്യത്വ രാജ്യങ്ങൾ. അതുകൊണ്ട് എവിടുന്നേലും കിട്ടുന്ന ഡേറ്റകൾ മാത്രമല്ല, എന്താണ് അവിടുത്തെ കോസ്, എന്താണ് കാരണം, ആരെയാണ് തീവ്രവാദി എന്ന് വിളിക്കുന്നത്, അധിനിവേശത്തിന് ചെന്നവൻ അവിടെയുള്ള തദ്ദേശീയരെയാണോ വിളിക്കുന്നത് എന്നെങ്കിലും പരിശോധിക്കാനുള്ള സാമാന്യ ബോധം പോലും ഇല്ലാതെ ആ ഡേറ്റ മാത്രം എടുത്ത് വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന മതം ഇസ്ലാമാണെന്ന് വരുത്തി തീർക്കാനുള്ള ചില ആളുകളുടെ ത്വര കാണുമ്പോൾ ഇവരാണ് ശരിക്കും അലവലാദികളായിട്ടുള്ള നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ദേശദ്രോഹികളായിട്ടുള്ള ആളുകൾ. ഏതെങ്കിലും ChatGPT വെർഷൻ എടുത്ത് ഞാൻ അങ്ങനെ ടൈപ്പ് ചെയ്തപ്പോൾ, ഇങ്ങനെ ഡീപ്പ് സെർച്ച് ചെയ്തപ്പോൾ അങ്ങനെ കിട്ടി ഇങ്ങനെ കിട്ടി എന്ന് പറഞ്ഞ് ചില ഡേറ്റ ആയിട്ട് ഇങ്ങോട്ട് വന്നാൽ അതിനൊക്കെ വെറും അൽപായുസ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് വളരെ സ്നേഹത്തിൽ ഈ സ്വപ്നജീവികളെ ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.